aromamari.com നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തെരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. നമ്മുടെ ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ ഗുണവിശേഷമോ മാഹാത്മ്യമോ ഒന്നും വർണ്ണിക്കുവാൻ നമുക്ക് സാധ്യമല്ല. ദാവീദ് ദൈവത്തിൻ്റെ നന്മയെ പ്രസിദ്ധമാക്കുന്നു. അവർ നിന്റെ വലിയ നന്മയുടെ ഓർമ്മയെ പ്രസിദ്ധമാക്കും, നിന്റെ നീതിയെക്കുറിച്ച് ഘോഷിച്ചുല്ലസിക്കുമെന്ന് 145-ാം സങ്കീർത്തനം 7-ാമത് വചനത്തിൽ നാം വായിക്കുന്നു. എന്തുകൊണ്ടാണ് ദാവീദ് ദൈവത്തിൻ്റെ നന്മയെ പ്രസിദ്ധമാക്കുന്നത്? ദാവീദ് ദൈവത്തെ അനുഭവിച്ചറിഞ്ഞവൻ ആണ്. ദാവീദ് പറയുന്നു, നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു എന്ന് 116-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാമത് വചനത്തിലും നാം വായിക്കുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങളെ ഓർത്താൽ നാം എന്ത് ദൈവത്തിന് പകരം നൽകും? ദാവീദ് പറയുന്നു, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയ്ക്ക് ഞാൻ എൻ്റെ നേർച്ചകളെ അവൻ്റെ സകല ജനവും കാണുകയെ കഴിക്കും. 116-ാം സങ്കീർത്തനം 12 മുതൽ 14 വരെയുള്ള വചനങ്ങൾ നാം വായിക്കുന്നു. നാം ഈ നന്മയെ ഏറ്റു പറയണം. ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്ക് ഒരു നന്മയും ഇല്ല എന്ന്. 16-ാം സങ്കീർത്തനം 2-ാമത് വചനം. ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന തിന്മകളെ ഓർത്ത് ദുഃഖിക്കുന്നവരാണ് പലരും. ദൈവമേ, ഇത് എനിക്ക് എന്തിനായി ഭവിച്ചു എന്ന് ചോദിക്കുന്നവരാണ് പലരും. ദൈവം അനുഗ്രഹങ്ങൾ വാരി കോരി തരുമ്പോൾ, ദൈവമേ ഇത് എനിക്ക് എന്തിന് തന്നു എന്ന് ആരും ചോദിക്കാറില്ല. പ്രതികൂലങ്ങളിൽ ദൈവം ചെയ്ത നന്മകളെ പ്രകീർത്തിക്കുവാൻ എത്ര പേർക്ക് കഴിയും? 13-ാം സങ്കീർത്തനം ആരംഭിക്കുന്നത് എത്ര വലിയ ദുഃഖത്തോടെയാണ്. യഹോവേ, എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും? നീ എത്രത്തോളം നിന്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും? എത്രത്തോളം ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ചു, എൻ്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും? എത്രത്തോളം എൻ്റെ ശത്രു എൻ്റെ മേൽ ഉയർന്നിരിക്കും? 13-ാം സങ്കീർത്തനം 1-2 വചനങ്ങൾ. എന്നാൽ ഈ സങ്കീർത്തനം അവസാനിക്കുന്നത് ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് പാട്ടുപാടി സ്തുതിച്ചുകൊണ്ടാണ്. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ അവന് പാട്ട് പാടും. 13-ാം സങ്കീർത്തനം 6-ാമത് വചനം. തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം നന്മ കരുതി വച്ചിരിക്കുന്നു. അരിഷ്ടതകളിലും വേദനകളിലും അവഗണനകളിലും കൂടി കടന്നു പോകുമ്പോൾ ദൈവം ഒരു വലിയ നന്മ കരുതി വച്ചിരിക്കുന്നു എന്ന് മറന്നു പോകരുത്. നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുക നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാകുന്നു എന്ന് 31-ാം സങ്കീർത്തനം 19-ാമത് വചനത്തിൽ നാം വായിക്കുന്നു. ദൈവത്തിൻ്റെ നന്മ നമ്മെ ജീവിത അന്ത്യത്തോളം പിന്തുടരുന്ന നന്മയാണ്. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും എന്ന് 23-ാം സങ്കീർത്തനം 6-ാമത് വചനത്തിൽ നാം വായിക്കുന്നു. നേരോടെ നടക്കുന്നവർക്ക് ദൈവം ഒരു നന്മയ്ക്കും മുടക്കം വരുത്തുകയില്ല. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല എന്ന് 84-ാം സങ്കീർത്തനം 11-ാമത് വചനത്തിൽ നാം വായിക്കുന്നു. ദൈവത്തിൻ്റെ നന്മ കുറവ് വരുത്താത്ത നന്മയാണ്. കാട്ടിലെ സിംഹമോ കുഞ്ഞോ വിശന്നിരിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല. നഹൂം പ്രവാചകൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു, സിംഹം തൻ്റെ കുട്ടികൾക്ക് മതിയാകുവോളം കടിച്ചു കീറി വയ്ക്കുകയും
സിംഹികൾക്ക് വേണ്ടി ഞെക്കിക്കൊല്ലുകയും ഇരകൊണ്ട് തൻ്റെ ഗഹരങ്ങളെയും കടിച്ചു കീറിയതിനെ കൊണ്ട് തൻ്റെ ഗുഹകളെയും നിറയ്ക്കുകയും ചെയ്തു. നഹൂം 2:12 എന്നാൽ യഹോവയെ അന്വേഷിച്ചാൽ ദൈവം ഒരു നന്മയ്ക്കും കുറവ് വരുത്തുകയില്ല. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവ് വരികയില്ല എന്ന് 34 സങ്കീർത്തനം 10 നാം വായിക്കുന്നു. ദൈവത്തിന്റെ കൂടെ വസിക്കുന്നവർ ഈ നന്മകൾ അനുഭവിക്കും. മോശ ദൈവ സാന്നിധ്യം ആഗ്രഹിച്ചു എന്നും നന്മയിൽ വസിച്ചു എന്നും ദാവീദ് ദൈവത്തിൽ ഇരിപ്പാൻ ആഗ്രഹിച്ചു എന്നും നാം തിരുവെഴുത്തുകൾ വായിക്കുന്നു. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ എന്ന് 27 സങ്കീർത്തനം 4 നാം വായിക്കുന്നു. അതിനാൽ സൈന്യങ്ങൾ എതിരായി വന്നപ്പോഴും യുദ്ധം നേരിട്ടപ്പോഴും ദാവീദ് ഭയപ്പെട്ടില്ല. ദാവീദ് ദൈവത്തിന്റെ നന്മ അനുഭവിച്ചു. നാം അനുദിനം തിരുസന്നിധിയിൽ വസിക്കണം, ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ പാർക്കണം, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് പോഷണം വലിച്ചെടുത്ത് ശക്തി പ്രാപിക്കണം. അപ്പോൾ വാർദ്ധക്യത്തിൽ പോലും ഫലം കായ്ച്ചും പുഷ്ടി പിടിച്ചും പച്ച പിടിച്ചും ഇരിക്കുന്ന അനുഭവം ദൈവം അവർക്കായി ഒരുക്കും. നീതിമാൻ പന പോലെ തഴിക്കും, ലബാനോനിലെ ദേവദാരു പോലെ വളരും. യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴിക്കും. വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചു കൊണ്ടിരിക്കും, അവർ പുഷ്ടി വച്ചും പച്ച പിടിച്ചും ഇരിക്കും. യഹോവ നേരുള്ളവൻ, അവൻ എൻ്റെ പാറ, അവനിൽ നീതികേടില്ല എന്ന് കാണിക്കേണ്ടതിന് തന്നെ. 92 സങ്കീർത്തനം 12 മുതൽ 15 വരെയുള്ള വേദഭാഗങ്ങൾ നാം വായിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.